ഏലപ്പാറ തണ്ണിക്കാനത്ത് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനമില്ലാതെ കാടുകയറി നശിക്കുന്നു. 2017-18 വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇവിടെ കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. തുടക്കത്തിൽ കുറച്ചുനാൾ ഇത് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് നിലയ്ക്കുകയായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2017-18 വർഷത്തിൽ നിർമ്മാണം തുടങ്ങി 2019-20 വർഷത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏലപ്പാറ തണ്ണിക്കാനത്ത് കൃഷിഭവനോട് ചേർന്നാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ ഡിവിഷൻ മെമ്പറായിരുന്ന സിറിയക് തോമസ് ആണ് കെട്ടിട നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ച കെട്ടിട പണികൾ പൂർത്തീകരിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു നാളുകൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ഇതിനുശേഷം ഇതിന്റെ പ്രവർത്തനം നിലച്ചുപോകുകയായിരുന്നു. നിലവിൽ ഈ കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. പഴയ വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്ത് കാർഷിക വികസന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേമനിധി ഒരു ഓഫീസ് തുറന്നായിരുന്നു. 2021 അതിന്റെ ഉദ്ഘാടനം നടന്നത്. ഇതുവരെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടൊരു പ്രയോജനവും പെട്ടിട്ടില്ല. അവിടെ കാട് കയറി ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. പാമ്പും ഒക്കെയാണ് അവിടെ ഭയങ്കരം. അതുകൊണ്ട് എത്രയും വേഗം അത് തുറന്നു കൊടുക്കണമെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് തുറന്നു കൊടുക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കും. ഏലപ്പാറയിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് വിപണനം നടത്തുകയായിരുന്നു ലക്ഷ്യങ്ങൾ. എന്നാൽ തുടക്കത്തിൽ ഇതെല്ലാം കൃത്യമായി നടന്നു. പിന്നീട് ഇത് നിലച്ചു. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടം കർഷകർക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.